ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പച്ചക്കറി വെച്ചുള്ള പയർക്കഞ്ഞിയാണ്. പയറിട്ട കഞ്ഞിയാണ് വയ്ക്കുന്നത്. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് സാമ്പാറിൻ്റെ പച്ചക്കറിയാണ് കുറച്ച് വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ചൂടായി നമ്മൾ അരി 3 കിലോ അരിയും 1.25 കിലോ ചെറുപയറുമാണ്. പിന്നെ കടലയുണ്ട്, ഇന്നലെ കൊവുത്ത് വെച്ച കടലയാണ്. അടുത്ത് കുറച്ച് പച്ചക്കറി നമ്മൾ പച്ചയ്ക്ക് ഇതിൻ്റെ കൂടെ ചേർക്കണുണ്ട്, അടുത്ത് വേവിച്ചും ചേർക്കും. അപ്പോൾ ഉലുവ, വെളുത്തുള്ളി, മുളക്, അടുത്ത് ഇത് വേവിച്ച് വെച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് 1 വിസിലിട്ട് കുക്കറിൽ വേവിച്ച് വെച്ച പച്ചക്കറിയാണ്. അടുത്ത് ഇതെല്ലാം നമ്മൾ ഇളക്കുവേ. അടുത്ത് തേങ്ങ, കുറച്ച് ഉപ്പ്, ആവശ്യാനുസരണം പോലെ നോക്കി ഉപ്പിടുക. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 3-3.25 മണിക്കൂറിൽ ഇതെല്ലാം വെന്ത് അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കട്ടിയാവാതിരിക്കാൻ വേണ്ടി ഞാൻ വെള്ളം കുറച്ച് തിളപ്പിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് അടുത്ത് നമ്മൾ ഉപ്പ് നോക്കി നമുക്ക് എത്ര ഉപ്പ് വേണോ അതും കൂടെ നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് നോക്കി ഇളക്കി ഓരോന്ന് ഇടുമ്പോഴും നമ്മൾ ഇളക്കി അതിന് നല്ല തീയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കറക്റ്റ് പരുവത്തിലായി. അങ്ങനെ നമ്മൾ ഇനി കുറച്ച് അല്പം കൂടെ ഉപ്പ് കുറവായിരുന്നു, അതുകൂടെ ഇട്ട് പിള്ളേരൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മൾ ചേച്ചിമാർ എല്ലാവരും നമ്മൾ കൂട്ടുകാർ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കഞ്ഞി കുടിക്കുന്നതാണ്. കഞ്ഞി നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കുകയാണ്. അതൊക്കെ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാനും വേഗം പോയിരുന്ന് കഴിക്കട്ടെ. ഇവരൊക്കെ കഴിക്കണ കാണുമ്പോൾ എനിക്കും കൊതിയാണ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ഇന്നത്തെ വിശേഷങ്ങൾ എത്രയാണ്. ബൈ.